ഫേസ്ബുക്ക് പായസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന് ആവശ്യം വേണ്ട ചേരുവകൾ: ഫ്രണ്ട് റിക്വസ്റ്റ് മനസ്സിൽ തോന്നും പോലെ, ലൈക്കുകൾ 5 കിലോ, കമൻറ്റുകൾ തല്ലിക്കൊള്ളാത്തത് 4, തള്ളക്ക് വിളികേട്ടത് 16 പോക്ക് ആവശ്യത്തിന്, ഷെയർ മൂഡ് അനുസരിച്ച്, സ്റ്റാറ്റസ് വെയിലത്ത് വെച്ച് കരിച്ചെടുത്തത് 30 അപ്ലോഡ് പുഴുങ്ങിയെടുത്തത് ആവശ്യത്തിന്, പ്രൊഫൈൽ പിക്ചർ ചുരണ്ടിയെടുത്തത് 10, ഗൂഗിളിൽ നിന്നും അടിച്ചു മാറ്റിയത് 5, തൻ്റേതല്ലാത്തത് 8, ഫേക്ക് IDs ഒരുപാട്, പ്രൈവസി താല്പര്യത്തിനനുസരിച്ച്, മ്യൂച്വൽ ഫ്രണ്ട്സ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയത് 4. പായസം തയ്യാറാക്കുന്ന വിധം: ആദ്യമായി www.facebook.com എന്ന വെബ്സൈറ്റിൽ വെച്ച് ഈ പാത്രം ചൂടാക്കുക. ചൂടായി കഴിയുമ്പോൾ മനസ്സിൽ തോന്നുന്ന ഫ്രണ്ട് റിക്വസ്റ്റ് പരപരാന്നതിലേക്കിടുക. പ്രൊഫൈൽ പിക്ചർ നോക്കി വേണം ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാൻ. ആദ്യം ഒരു 5 ഫ്രണ്ട് റിക്വസ്റ്റ് പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുക. കാരണം ആദ്യം അയച്ച 5 റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ അക്കൗണ്ട് കുറച്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സസ്പെൻഡ് ആയാൽ അയൽവക്കത്തെ അക്കൗണ്ടിൽ നോക്കി ഇളിച്ചിരിക്കാനേ പറ്റൂ. അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട. ഫ്രണ്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്തതിനു ശേഷം ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ ആ പ്രൊഫൈലിലേക്ക് വലിഞ്ഞു കയറി അവരുടെ മ്യൂച്വൽ ഫ്രണ്ട്സിനെ അടിച്ചു മാറ്റുക. ഇങ്ങനെ അടിച്ചു മാറ്റുന്ന ഫ്രണ്ട്സുകൾ നമ്മുടെ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന ലൈക്കുകൾ എടുത്ത് അതിലേക്ക് വിതറുക. എന്നിട്ടും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ തള്ളക്ക് വിളികേക്കാത്ത 4 കമന്റുകൾ എടുത്തിട്ട് ഡെലിവർ ചെയ്യുക. അതിനിടയിൽ ഏത് ഫോട്ടോ അവർ അപ്ലോഡ് ചെയ്താലും സൂപ്പർഡാ, ആവ്സംഡാ, ഗുഡ്ഡാ എന്നൊക്കെ പൊക്കി അടിച്ചു വിടുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ അക്കൗണ്ടിലേക്കും ലൈക്കുകളും കമന്റുകളും വന്നു തുടങ്ങും. പിന്നീട് പുഴുങ്ങിയെടുത്ത നല്ല ഒരു പ്രൊഫൈൽ പിക്ചറിനെ ക്രോപ്പ് ചെയ്ത് പാത്രത്തിലേക്കിടുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാഗ് ചെയ്യാൻ മറക്കരുതേ. ടാഗ് ചെയ്യപ്പെട്ട ആരെങ്കിലും തെറി പറഞ്ഞാൽ അവനെ അല്ലെങ്കിൽ അവളെ ഒന്ന് പോക്ക് ചെയ്താൽ മതി. അത് താനേ പൊക്കോളും. എന്നിട്ടും തെറി പറഞ്ഞാൽ അവർ അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് ഷെയർ ചെയ്യുക. ഈ ഷെയറോടുകൂടി അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നു. പിന്നീട് വെയിലത്ത് വെച്ച് കരിച്ചെടുത്ത സ്റ്റാറ്റസുകൾ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് ആയിട്ടും അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് ആയിട്ടും മറ്റുള്ളവരുടെ പ്രൊഫൈലിലേക്ക് അയക്കുക. ഇതിന് ലൈക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ തന്നെ ലൈക്ക് അടിക്കുക. ഇനി പഴയ ഏതെങ്കിലും ഫോട്ടോന് വീണ്ടും ലൈക്ക് വേണമെങ്കിൽ വീട്ടിലെ മുത്തശ്ശൻ്റെയോ മുത്തശ്ശിയുടെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ നിന്നും ഒരു ലൈക്കോ ഒരു കമൻറ്റോ ഇട്ടാൽ മതി. പിന്നെ പുറകെ വന്നോളും. ഇത്രയുമായി കഴിയുമ്പോൾ ഫേസ്ബുക്ക് പായസം തയ്യാറായി എന്ന വ്യാജേനെ കുറേ കുമിളകൾ സൈഡിൽ നിന്നും പല്ലിളിച്ച് നിൽക്കുന്നുണ്ടാകും. സൈഡിൽ കൂടി വരുന്ന ആ ഫോട്ടോകളെ കണ്ട് ഫേസ്ബുക്ക് പായസം തയ്യാറായി എന്ന് വിശ്വസിക്കരുത്. കാരണം സൈഡിൽ കാണുന്ന ആ ഫോട്ടോകളെ ആഡ് ഫ്രണ്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 8ന്റെ പണി നീളത്തിൽ കിട്ടും. മനസ്സിലായില്ല അല്ലേ? അതിനെയാണ് നമ്മൾ ഫേക്ക് IDs എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അറിയാതെയാണെങ്കിലും ആ ഫേക്ക് IDsൽ ആഡ് ഫ്രണ്ട് എന്നൊരു കോളം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് അവർ നമ്മുടെ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനും പിന്നീട് മറ്റുള്ളവർക്ക് കണ്ട് രസിക്കാനായി നമ്മളുടെ പ്രൊഫൈലിൽ അവർ പുതിയ പ്രകൃതിരമണീയമായ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നു. പിന്നെ നമ്മൾ എന്ത് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്താലും നാട്ടുകാർക്ക് ഒരൊറ്റ സ്റ്റാറ്റസേ ഉണ്ടാകൂ: പേ പിടിച്ച പട്ടി പടിക്ക് പുറത്ത്. നന്ദി, നമസ്കാരം.